ഗൈസ് അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. പിന്നെ നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഹാൻഡിൽ ബാറ് നമ്മുടെ V2-ൻ്റെ റൈഡിംഗ് പൊസിഷൻ ഉണ്ടല്ലോ, V2-ൻ്റെ റൈഡിംഗ് പൊസിഷനെക്കാട്ടി കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഗൈസ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പ് ഇതാണ് കേട്ടോ. ആ ഒരു DRL പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നല്ല രീതിക്ക് ഫ്ലാഷ് ആവുന്നുണ്ട്. കംപ്ലീറ്റ്ലി റെഡും കൂടെ ആയതുകൊണ്ട് പൊളി തന്നെ കേട്ടോ വണ്ടി കാണാനായിട്ട്. R1-ൻ്റെ കിറ്റാണ് എനിക്കിതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നി കേട്ടോ. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇപ്പോൾ നമ്മൾ ഇന്നും വീണ്ടും ഒരു മോഡിഫിക്കേഷൻ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. മോഡിഫിക്കേഷൻ റിവ്യൂവിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ R15 V2 ആണ്. V2 നന്നായിട്ട് നമ്മുടെ R1-ൻ്റെ കിറ്റൊക്കെ കയറ്റി പണിഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി കാണാൻ ഭയങ്കര സീനാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്, ഭയങ്കര അട്രാക്ഷനാണ്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അണ്ടർ ബെല്ലി ആയാലും നമ്മുടെ ഫ്രണ്ട് ഹെഡ് ആയാലും R1-ൻ്റെ ഹെഡ്, ബാക്ക്, ടെയിൽ പീസ് ഒരുപാട് പറഞ്ഞു തരാനുണ്ട്. വണ്ടി കാണാനൊക്കെ സൂപ്പറാണ്, നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി ഒന്ന് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ എല്ലാ സ്പെക്കും ഡീറ്റെയിൽസും പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമ്മുടെ ഓണറും ബാക്കിലുണ്ട്. അപ്പോൾ ഓണറിനെ കൊണ്ട് നമ്മൾ ഇതുവരെ കോസ്റ്റൊക്കെ എത്രയായി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നിങ്ങൾ പോയി വണ്ടി ഒന്ന് കണ്ടിട്ട് വാ. ഞാൻ പറഞ്ഞ R15 V2 വണ്ടി കംപ്ലീറ്റ്ലി മോഡിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ R15 V2 തന്നെ ആണോ ഇതെന്ന് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടുണ്ട്. കാരണം നമ്മുടെ ഫ്രണ്ട് ലുക്കൊക്കെ ടോട്ടലി മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ആ കിറ്റ് വന്നപ്പോഴത്തേക്കും R1-ൻ്റെ കിറ്റാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. R1-ൻ്റെ ഫ്രണ്ട് കിറ്റും പിന്നെ ബാക്കിലെ ടെയിൽ പീസ് എന്ന് പറയുന്നത് R6-ൻ്റെയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ഫെയറിങ് വരുന്ന വണ്ടികൾക്ക് സൈഡ് പ്രൊഫൈലാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടിയിലും എനിക്ക് അതുപോലെ തന്നെയാണ് ഭയങ്കര അടുത്ത് പറയാനുള്ളത്. സൈഡ് ലുക്ക് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. സൈഡ് ലുക്കും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ലുക്കും അന്യായമാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് എത്രത്തോളം വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ ഭയങ്കര മാരകമാണ് കേട്ടോ. ഭയങ്കര മാരകമാണ്. ഞാൻ പേഴ്സണലി റെഡിൻ്റെ ആരാധകൻ കൂടെ ആയതുകൊണ്ട് വണ്ടി ഫുള്ളി റെഡാണ്. പെട്ടെന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡുക്കാട്ടിയുടെ പാനിക അല്ലെ V4 ഒക്കെ ആയിട്ട് ഇവിടേക്ക് ഒരു സാമ്യം ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഫുള്ളി റെഡായുണ്ട്. ടാങ്ക് റെഡാണ്, ടെയിൽ പീസ്, നമ്മൾ ആ ഒരു അണ്ടർ ബെല്ലി, ഫ്രണ്ട് മഡ്ഗാർഡ് ഫുള്ള് റെഡാണ്. ഫുള്ള് റെഡാക്കി വണ്ടി പണിഞ്ഞിട്ടുണ്ട്. ഭയങ്കര റോഡ് പ്രസൻസ് ആണ് വണ്ടി കാണാനായിട്ട്. ഞാൻ മുമ്പൊക്കെ ചെയ്തിട്ടുള്ള റിവ്യൂസിൽ പറയാറുള്ള പോലെ ഒരു ഫോട്ടോഷൂട്ട് ആണെങ്കിലും അല്ലെങ്കിൽ റോഡിൽ കൊണ്ട് ഇറങ്ങിയാലായാലും ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഓട്ടോ ഷോയ്ക്ക് കൊണ്ടുവച്ചാൽ വണ്ടി നല്ല കത്തി നിൽക്കും കേട്ടോ. ഒരുപാട് എടുത്ത് പറയാനുണ്ട്. ഒരുപാട് മോഡിഫിക്കേഷൻസ് വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഞാൻ എൻ്റെ ഓവറോൾ വ്യൂ ആണ് പറയുന്നത്, അല്ലെങ്കിൽ വണ്ടിയുടെ ആ ഒരു ഓവറോൾ ലുക്കിനെ പറ്റിയാണ് ആദ്യം സംസാരിക്കുന്നത്. ഒരുപാട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ R6-ൻ്റെ ടെയിൽ പീസാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല സൈസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓവറോൾ ലുക്കിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. വണ്ടി ഭയങ്കര ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ R15 V2-ൻ്റെ സ്റ്റോക്കായിട്ട് വരുന്ന അതിൻ്റെ ഫെയറിങ്ങിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ വേറൊരു കസ്റ്റമായിട്ട് കിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു അണ്ടർ ബെല്ലി കൂടെ ഈ ഒരു പീസും ഇതിൻ്റെ R15-ൻ്റെ കിറ്റിൻ്റെ മുകളിൽ കൂടെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ നമ്മുടെ RC-യുടെ മഡ്ഗാർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാനായിട്ട് വൻ സീനാണ്, ഒരു രക്ഷയില്ല കാണാനായിട്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു വണ്ടി. നിങ്ങൾക്കും എന്താണ് തോന്നുന്നതെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വണ്ടിയിൽ ചെയ്തേക്കുന്നതെന്ന് ഞാൻ ഓരോന്നേരം എടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോഴത്തേക്കും വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പാർട്ടായ R1M-ൻ്റെ ഫ്രണ്ട് ആ ഒരു ഹെഡ് പോർഷനാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ V2-ൻ്റെ ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. വീട്ടിൻ്റെ ഫുള്ളായിട്ട് മാറ്റിയിട്ട് നമ്മുടെ R1-ൻ്റെ ഫ്രണ്ട് പോർഷനാണ് കംപ്ലീറ്റ്ലി കസ്റ്റം ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഭയങ്കര കാച്ചിങ്ങാണ് കേട്ടോ വണ്ടി ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട്. രണ്ട് സൈഡും പ്രൊജക്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ DRL പോലെ ഫ്ലാഷ് ആവുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ കത്തിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഭയങ്കര സീനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ V2-ൻ്റെ സ്റ്റോക്കായിട്ട് വരുന്ന ആ ഒരു സൈഡ് കിറ്റിൻ്റെ പുറമെ വേറൊരു കിറ്റും കൂടെ ഇങ്ങനെ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു അണ്ടർ ബെല്ലിയുടെ കൂടെ അല്ലെങ്കിൽ സൈഡ് പോർഷൻ കുറച്ചുകൂടെ ബൾക്കായിട്ട് തോന്നുന്നുണ്ട്. നല്ല രീതിക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ഷേപ്പായിട്ട് വണ്ടി കുറച്ച് സൈസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ലുക്കൊക്കെ ഇതാണ്. നമ്മുടെ ആ ഒരു ചെറിയ ഗ്രില്ലും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ടർ ലൈറ്റ് രണ്ട് സൈഡിലുണ്ട്. പിന്നെ DRL ഉണ്ട്. നമ്മുടെ നിഞ്ചയിലൊക്കെ കാണുന്ന പോലത്തെ
ആ ഒരു ടൈപ്പ് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 3000 ഒക്കെയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ബാക്കിൽ നിന്നൊക്കെയുള്ള ലുക്ക് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ R6-ൻ്റെ ബാക്ക് ടൈലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഭയങ്കര ലെങ്തി ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കൂർത്തൊക്കെ ഇരിപ്പുണ്ട്. അത് നേരിട്ടൊക്കെ കാണാനായിട്ട് ഭയങ്കര സീനാണ് വണ്ടി കാണാനായിട്ട്. നേരത്തൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആണ് കേട്ടോ. ഈ ഒരു പോർഷൻ ആയാലും എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ നേരത്തെ പറഞ്ഞില്ല നമ്മളെ ഡുക്കാട്ടി ആ പാനികാലയിലൊക്കെ പോലെ തോന്നുന്ന ആ ഒരു ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഷേപ്പ് ഉണ്ടല്ലോ. പിന്നെ ആ ബാക്ക് കാണുമ്പോൾ എക്സാക്റ്റ് നമുക്ക് ആ ഒരു വണ്ടിയാണെന്നൊക്കെ തോന്നും. ഇത് കറക്റ്റ് നമ്മുടെ R6-ൻ്റെ ടൈലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ മുകളിൽ കൂടെ നമ്മളെ സീറ്റ് കവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നിന്നുള്ള ലുക്കും കാര്യങ്ങളും ഇതാണ്. ബാക്ക് ടൈൽ ലൈറ്റൊക്കെ അത്യാവശ്യം സ്മോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ട്രാക്ക് ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ട്രാക്ക് ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലെ ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 180 ആണ് കേട്ടോ. 180 ട്രാക്ക് ടയറിൻ്റെ സൈസ് വരുന്നത്. ഫ്രണ്ടിലും സെയിം ട്രാക്ക് ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും 120 സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാകും. കുറച്ച് നല്ല ബൾക്കി ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ RC-യുടെ മൽഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും ആ ഒരു എക്സാക്റ്റ് സെയിം റെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മാച്ചിങ് ആണ് വണ്ടി കാണാനായിട്ട്. RC-യുടെ മൽഗാർഡാണ്. പിന്നെ അത് കഴിഞ്ഞ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്റേഴ്സാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു കിറ്റാണ് കേട്ടോ. ആ ഒരു നമ്മുടെ വീട്ടിനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കസ്റ്റമായിട്ട് വരുന്ന അണ്ടർബെല്ലി അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഉള്ള ലുക്ക് വൻ സീനാണ് വണ്ടി കാണാനായിട്ട്. നമ്മുടെ ടാങ്കിലും ഈ ഒരു സൈഡിൽ നിന്ന് ആ ഒരു കിറ്റ് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹാൻഡിൽ ബാർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലിവർ ഗാർഡാണ്. പിന്നെ ലിവേഴ്സ് മാറിയിട്ടുണ്ട്. മീറ്ററിൻ്റെ ആ ഒരു പോർഷനിലെ ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ടോപ്പ് പോർഷനിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ഈ താഴത്തെ പോർഷനൊക്കെ കിറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലോണം കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു അടിയിൽ ബാക്കിലിരിക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് സ്റ്റോക്കായിട്ട് വരുന്ന ആ ഒരു സൈഡ് ഫെയറിങ്ങും കിറ്റും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെപ്പറേറ്റ് നട്ട്സൊക്കെ കൊടുത്തിട്ട് വേറൊരു ഫെയറിങ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ വണ്ടി ഈ ടോപ്പിൽ നിന്നൊക്കെ നോക്കാൻ നേരത്ത് ആ ഒരു പോർഷനിലൊക്കെ ഭയങ്കര ബൾക്കി ഫീലാണ് കേട്ടോ. ഭയങ്കര ഒരു വലിയ വണ്ടി കാണുന്ന പോലെ ഒരു ഫീലുണ്ട്. ശരിക്കും ഫീൽ മാത്രമല്ല ഒരു വലിയ വണ്ടി തന്നെ ആയിട്ട് തോന്നും കേട്ടോ. നമുക്ക് വീട്ടുമായിട്ട് തോന്നത്തേ ഇല്ല. കംപ്ലീറ്റ്ലി ആ ഒരു ടെയിൽ പോർഷൻ ആയാലും ബാക്കിലത്തെ ആ ഒരു പീസും കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ ഒരു ഹോളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെയിൽ പീസും സ്മോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വണ്ടി പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും വണ്ടിയുടെ സിങ്ങാമ് മാറിയിട്ടുണ്ടാകുന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സിങ്ങാമും കാര്യങ്ങളൊന്നും മാറിയിട്ടൊന്നുമില്ല. സിങ്ങാമിൽ ചെറിയ സിൽവർ കളറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും വണ്ടിയുടെ സിങ്ങാമ് മാറിയിട്ടുണ്ടാകുന്നൊരു പെട്ടെന്ന് തോന്നി കേട്ടോ. പക്ഷേ സിങ്ങാമൊക്കെ സ്റ്റോക്കാണ് വരുന്നത്. പിന്നെ എക്സോസ്റ്റിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റവും കാര്യങ്ങളും ചെയ്തിട്ടില്ല. K&Nൻ്റെ എയർ ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സൗണ്ട് ഡിഫറൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് ഞാൻ ഒന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ പിന്നെ നമ്മുടെ ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആ സൈഡിലുണ്ട്. പിന്നെ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയിൽ എടുത്ത് പറയത്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തേക്കുന്നത്. വണ്ടിയുടെ റോഡ് പ്രസൻസ് ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി റോഡിലേക്ക് കൊണ്ടിറങ്ങുമ്പോഴത്തേക്കും എന്തായാലും 4 പേര് നോക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അമ്മാതിരി ലുക്കാണ്. ഈ ഒരു ഫ്രണ്ടിൽ നിന്നൊക്കെ ഈ ഒരു മിററൊക്കെ ഭയങ്കരമായിട്ട് ക്യാച്ചിങ് ആവുന്നുണ്ട് കേട്ടോ വണ്ടിക്ക്. ഗൈസ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പ് ഇതാണ് കേട്ടോ. ആ ഒരു DRL പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നല്ല രീതിക്ക് ഫ്ലാഷ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു പ്രൊജക്ടർ ലൈറ്റാണ് കേട്ടോ. പ്രൊജക്ടർ ആഫ്റ്റർ മാർക്കറ്റായിട്ട് സെറ്റ് ചെയ്ത പ്രൊജക്ടറാണ്. 2 സൈഡിൽ അതേപോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. പ്രൊജക്ടർ ഓഫായി. ഓക്കെ അപ്പോൾ അതും ഫ്ലാഷ് ആവുന്നുണ്ട് കേട്ടോ. വണ്ടി ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്ന് പറഞ്ഞത് ഭയങ്കര സീനാണ്. വൻ മാരകമാണ് കേട്ടോ. റെഡും കൂടെ ആയതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. കംപ്ലീറ്റ്ലി റെഡും കൂടെ ആയതുകൊണ്ട് പൊളി തന്നെ കേട്ടോ വണ്ടി കാണാനായിട്ട്. വണ്ടി ഒരു രക്ഷയില്ല. സൈഡ് ഫെയറിങ് ലുക്കൊക്കെ നോക്കുക. V2 ആണ് ഗൈസ്. V2 അമ്മാതിരി വണ്ടി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. R1ൻ്റെ കിറ്റാണ് എനിക്കിതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നി കേട്ടോ. ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ വണ്ടി നിങ്ങൾ നേരിട്ട് കാണണം. എന്നാലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫീല് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ആ ഒരു സൈഡ് എക്സ്ട്രാ ചെയ്തേക്കുന്ന ആ ഒരു 2 സൈഡിലായിട്ട് വരുന്ന ആ ഒരു ഫെയറിങ് കൂടെ കാണുമ്പോഴത്തേക്കും വണ്ടി കുറച്ചുകൂടെ നല്ല ബൾക്കി ഫീലാണ്. പിന്നെ ഒരു ഫ്ലാഷറും കൂടെ കത്തുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ല കേട്ടോ വണ്ടി കാണാൻ. എക്സാക്റ്റ് നമ്മുടെ R1ൻ്റെ ആ ഒരു കിറ്റും പിന്നെ വൈസറും ആ ഒരു സെറ്റാണ് ഫുള്ളി സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള എടുത്ത് പറയാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് നമ്മുടെ ഓണറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എടുത്ത് പറയാൻ വേറെ ഒന്നുമില്ല. വണ്ടി ഫുള്ളി റെഡാണ്. ക്യാൻഡി റെഡാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ക്യാൻഡി റെഡ് എന്നാണ് ഈ ഒരു കളറിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ അപ്പോൾ നമുക്കിനി ഡീറ്റെയിലും കാര്യങ്ങൾ ഓരോന്നിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓണറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടുകൊണ്ട് ഓണർ. മച്ചാൻ്റെ പേര് പറഞ്ഞോ? എൻ്റെ പേര് മുഹമ്മദ്. സ്ഥലം ഇവിടെ പരവൂർ. ബ്രോ വേറെ മുമ്പിരുന്ന വണ്ടിയുടെ ആ കളർ ഞാൻ കണ്ടായിരുന്നു. ഫുള്ളി യെല്ലോ ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു ഫുള്ളി യെല്ലോയിൽ നിന്ന് റെഡിലോട്ട് മാറ്റണം അല്ലെ ഇത്രയും കംപ്ലീറ്റ് മോഡിഫൈ ചെയ്യണം എന്ന് തോന്നാനുള്ളൊരു റീസൺ? വണ്ടി ഭ്രാന്ത് തന്നെയാണ്. അതിന് വേറൊരു മീനിങ്ങും ഇല്ല. അത് തന്നെ. അപ്പോൾ ഇതിപ്പോൾ എത്ര കോസ്റ്റ് ആയി ടോട്ടൽ? ഇപ്പോൾ ടോട്ടൽ ഒരു 35K ആയി. ഓക്കെ. കിറ്റും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് എടുത്തതെന്നൊന്ന് കറക്റ്റ് പറയാമോ? നമ്മൾ R1ൻ്റെ കിറ്റ് എനിക്ക് ഒരാൾ പരിചയപ്പെടുത്തുന്നതാണ്. ഇൻസ്റ്റയിലൊരു ഇൻസ്റ്റാ പേജ് റേഞ്ച് എക്സ് കസ്റ്റം എന്നാണ് അവരുടെ പേര്. അങ്ങനെ അവിടെ നിന്ന് ബുക്ക് ചെയ്ത് വരുത്തിച്ചതാണ്. എത്ര ദിവസം എടുത്ത് കിട്ടാനൊക്കെ? ഒരു 5-6 ദിവസം. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് റിട്ടേൺ എടുക്കും. അപ്പോൾ ഈ ഒരു നമ്മുടെ ഫ്രണ്ട് ആ ഒരു കിറ്റും പിന്നെ ബാക്ക് ടൈൽ പീസ് ഒരുമിച്ചാണ് എടുത്തത്.
ബാക്ക് ടൈൽ പീസ് അത് എൻ്റെ ഫ്രണ്ട്സ് എടുത്ത് തന്നു, സെറ്റ് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഈ കിറ്റ് മാത്രമാണ് ഓൺലൈൻ ഓർഡർ ചെയ്ത് വരുത്തിയത് അല്ലേ? ഈ ഒരു കിറ്റ് പിന്നെ ഇത് സീറ്റ് കൗള് പിന്നെ ഈ അകത്ത് കാണുന്ന ഈ സാധനം. ഈ ഒരു ഇത് അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ ഇത് സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിന് സ്റ്റോക്കായിട്ട് വരുന്നതല്ല, സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ആ ഒരു ഫൈബർ ആണല്ലേ, ഫൈബർ പീസ് സെറ്റ് ചെയ്ത് ഈ ഒരു ടാങ്കിന്റെ പീസും എല്ലാം സെപ്പറേറ്റ് സെറ്റ് ചെയ്യുന്നത് അല്ലേ? ഈ ഒരു ഹെഡിന് മാത്രം എത്ര? ഈ ഒരു R1 കിറ്റിന് മാത്രം ഇതിന് മാത്രമായിട്ട് ഒരു 3000 രൂപയായി. പിന്നെ നമ്മുടെ ഈ ഒരു മിറർ 3000 അല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്? അതും അവിടെ തന്നെ ബുക്ക് ചെയ്തു. അത് അവിടെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സൈറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ പല റേറ്റിനുണ്ട്, കുറച്ചുകൂടെ ബെറ്റർ, നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട്, കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടല്ലേ? നിങ്ങളിത് വേറെ കണ്ടാണ് നമ്മുടെ H2 വരുന്ന ടൈപ്പ്, നമ്മുടെ സൂപ്പർ ബൈക്കിൽ വരുന്ന പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അത്യാവശ്യം വ്യൂവും കിട്ടും, പിന്നെ ഒരുപാട് വ്യൂസ് പ്രതീക്ഷിക്കേണ്ട, നമ്മുടെ ലുക്സും കിട്ടും. ഈ നമ്മളെ ഫെയറിംഗ് ആയിട്ട് വരുന്ന വണ്ടിക്ക് നല്ല ലുക്കും ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. പിന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ബ്രോ? ഇതിൽ സ്റ്റോക്കായിട്ട് വന്നതാണോ ഇത്? അല്ല, അത് നമ്മളായിട്ട് ഹോളിട്ട് സെറ്റ് ചെയ്തതാണ്. ഇത് ശരിക്കും എന്താണ് ഈ വൈറ്റ് മെറ്റീരിയൽ എന്താണ് സെയിം സാധനം? അങ്ങനെ ഓക്കെ. പക്ഷേ അത് കണ്ടാൽ നൈസാണ് കേട്ടോ. നമ്മുടെ റെഡിൻ്റെ കൂടെ ആ ഒരു വൈറ്റ് വരുമ്പോഴത്തേക്ക് കാണാൻ കുറച്ച് ഇതുണ്ട്, നല്ല പക്ക വർക്കിംഗ് ആണ് സാധനം. പിന്നെ ഈ ലൈറ്റ് പ്രൊജക്ടർ സെപ്പറേറ്റ് വെച്ചല്ലേ? സെപ്പറേറ്റ് വെച്ച് ആദ്യമേ ഇതിൻ്റെ കൂടെ ഒരെണ്ണം വന്നായിരുന്നു, രണ്ടെണ്ണം ബുക്ക് ചെയ്താൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ചെറുതായിരുന്നു. ഇവിടെ അടുത്ത് കൊല്ലത്ത് തന്നെ മേടിച്ച് അതും പക്ക വർക്കിംഗ് ആണ്, ഫ്ലാഷ് ഒക്കെ ആവുന്ന ടൈപ്പാണല്ലേ? പിന്നെ നമ്മുടെ നല്ല വെട്ടമുണ്ട്. അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞത്, നൈറ്റ് എങ്ങനെയുണ്ട് വിസിബിലിറ്റി? നല്ല വെട്ടമാണ്, ലോങ് പോകത്തില്ല. നമ്മളെ അടുത്തായിട്ട് 3-4 ടോർച്ച് അടിക്കുന്നതിൻ്റെ അങ്ങനെ. പിന്നെ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞു. അപ്പോൾ സൈലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ RC മൽഗാടാണ്. അത് സെക്കൻഡ്സ് എടുത്തായിരിക്കും അല്ലേ? RC മൽഗാട് മേടിച്ച് ഫ്രഷ് വാങ്ങിയതാണ്. ഓക്കെ. പിന്നെ നമ്മുടെ ഈ ഒരു കിറ്റിനെ പറ്റിയാണ് അടുത്ത ചോദിക്കാനുള്ളത്. നമ്മുടെ ഈ ഒരു ഇത് ഫുൾ സെറ്റാണ് അല്ലേ കിറ്റ്? ഏതാണ് ഈ ഒരു സൈഡ് കിറ്റ്? അല്ല, ഇത് 2 പീസാണ്. ഇത് അപ്പോൾ ഈ ഒരു സെപ്പറേറ്റ് കിറ്റാണ് കേട്ടോ. ഇത് സെപ്പറേറ്റ് കിറ്റാണ്. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ അണ്ടർ ബില്ലിയും വേറെ ആഫ്റ്റർ മാർക്കറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അണ്ടർ ബില്ലിയാണ്. അപ്പോൾ ബ്രോ ഈ അണ്ടർ ബില്ല് എത്ര? ഇത് കൂട്ടുകാരെ സെറ്റ് ചെയ്യുന്നതാണ്. മൊത്തത്തിലാണ് റേറ്റ് കൊടുത്തത്. ഓക്കെ. അപ്പോൾ ആ ഒരു അണ്ടർ ബില്ലി വൻ സീനാട്ടോ. സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ലുക്കാണ് വണ്ടി കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഈ ലൈറ്റ്സ് എല്ലാം കൂടെ എത്രയായി? ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം കൂടെ ലൈറ്റും കാര്യങ്ങളെല്ലാം കൂടെ ഒരു 4000 രൂപ. മറ്റേ സ്വിച്ചും വയറിങ്ങും കാര്യങ്ങളും എല്ലാം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അപ്പോൾ അത് മൊത്തത്തിൽ 4000 ആയിട്ടുണ്ട്. പിന്നെ ഒരു ഹാൻഡിലിനെ പറ്റി എനിക്ക് പേര് അറിഞ്ഞൂടെന്നാണ് പറഞ്ഞത്. ഹാൻഡിൽ അങ്ങനത്തെ റയറായിട്ട് നമുക്ക് കിട്ടിയതാണ്. അതിന് ഒരു 2500 അടുപ്പിച്ച്. അപ്പോൾ ഈ ഒരു എക്സാക്ട് ഹാൻഡിൽ ഏത് വണ്ടിയുടെയാണെന്ന് സത്യം പറഞ്ഞ ഓണറിന് അറിഞ്ഞൂടാ. പക്ഷേ നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഈ ഒരു പീസിന്റെ റേറ്റ് അറിയാമോ ബ്രോ? നമ്മുടെ ഈ ഒരു R6 പീസ്, ഈ ഒരു പീസ് വരുന്ന ഇതും ഒരു 3K അടുപ്പിച്ചായി. ഇത് പെയിന്റിംഗ് ആണ് റേറ്റ് കേട്ടോ. പുട്ടി വർക്ക് തോന്നിയാണ്. അത് കുറച്ചുകൂടെ നീറ്റ് ആവും അല്ലേ? എത്രയും പുട്ടി ഫൈബറാണ്. ആ ഒരു ഫിനിഷിംഗ് കിട്ടത്തില്ല. ഫോട്ടോ കാണുമ്പോഴത്തേക്ക് നല്ല നീറ്റ് ആയിരിക്കും, പക്ഷേ വണ്ടി അടുത്ത് കാണുമ്പോഴത്തേക്ക് ഒരു ഫിനിഷിംഗ് കാണത്തില്ല, കറക്റ്റായിട്ട് പുട്ടിയും കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ. പക്ഷേ ഇത് പക്ക അതിൽ നിന്ന് എടുത്ത് പറയണമായിരുന്നു. കംപ്ലീറ്റ് വർക്ക് എന്ന് പറയുന്നത് പക്ക നൈസാണ്. ഒരു സ്ഥലത്തും അങ്ങനെ ഫൈബർ പാർട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊങ്ങിയിരിക്കുന്നതോ ഒരു ഷേപ്പ് ഇല്ലാതെ ഒന്നും തോന്നിയില്ല കേട്ടോ. കംപ്ലീറ്റ്ലി വണ്ടി പക്ക നല്ല നീറ്റാണ്. ഈ ഒരു ടാങ്കിൻ്റെ പോർഷൻ ആയാലും ഇവിടേക്ക് നിങ്ങൾ നോക്കുക, ഈ ഒരു സൈഡ് പോർഷനും നമ്മുടെ ഈ ഒരു പോർഷനൊക്കെ നോക്കുക കേട്ടോ. കംപ്ലീറ്റ്ലി പെയിൻറ്റ് നല്ല പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഞാൻ അങ്ങനെ ഭയങ്കര പ്രശ്നമുള്ളതായിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ബ്രോ എനിക്ക് പെയിൻറ്റിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാമോ? പെയിൻറ്റിങ് എല്ലാം കൂടെ 15,000 പുട്ടി വർക്കും എല്ലാം കൂടെ കല്ലമ്പലത്താണ് ചെയ്തത്. അവരാണ് മൊത്തത്തിൽ എനിക്ക് കിറ്റും ഫുൾ എല്ലാം സെറ്റ് ചെയ്തത്. അവരാണ് എനിക്ക് ഇതെല്ലാം പരിചയപ്പെടുത്തി തന്നത്. ആരെങ്കിലും പണിയണമെങ്കിൽ അവരെ വണ്ടി ബ്രോ ഇപ്പോൾ കറക്റ്റ് വണ്ടി കൊണ്ട് ചെന്നിട്ട് അവർ ഫുള്ളായിട്ട് ഇളക്കി അവർ തന്നെ പെയിന്റ് ചെയ്ത് തിരിച്ച് സെറ്റ് ചെയ്തു എല്ലാ പണി. എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അവരായിട്ട് തന്നെ കട്ട് ചെയ്ത് ഒരു പീസ് ഉണ്ടാക്കി. അവിടുത്തെ കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ അല്ലേ? കോൺടാക്ട് നമ്പർ ഇൻസ്റ്റ ഐ ഡി തരാം. ഓക്കെ. അപ്പോൾ അവരെ കോൺടാക്ട് നമ്പർ ഇൻസ്റ്റ ഐ ഡി എല്ലാം നമ്മുടെ വീഡിയോയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ വർക്ക് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ K&Nൻ്റെ എയർ ഫിൽറ്ററാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ സൗണ്ട് എക്സോസ്റ്റ് സൗണ്ട് എന്ന് കേൾപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു സൈലൻസറിൽ സെപ്പറേറ്റ് വേറെ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. K&Nൻ്റെ എയർ ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റണ്ണിങ്ങിലാണ് നമുക്ക് കുറച്ചുകൂടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പറ്റുമെങ്കിൽ ഒന്ന് കേൾപ്പിച്ച് തരാം. ഗൈസ്, അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. എക്സോസ്റ്റ് സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ.
ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് നോക്കാം. കൈ കൊടുക്കുമ്പോൾ നൈസായിട്ട് സൗണ്ട് ഉണ്ട്. സൗണ്ട് ഇപ്പം നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ കൈ കൊടുക്കുമ്പോൾ. ഇപ്പം നല്ലോണം പക്ക സൗണ്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഒരു വലിയ ബൈക്ക് ഓടിക്കുന്ന ഫീലുണ്ട് സംഭവം. ആ ഒരു കിറ്റ് സെപ്പറേറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് ഈ സൈഡൊക്കെ ഭയങ്കര ബൾക്കാണ് കേട്ടോ വണ്ടി കാണാൻ. ഭയങ്കര സൈസ് തോന്നിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഹാൻഡിൽ ബാറ് നമ്മുടെ V2-ൻ്റെ റൈഡിങ് പൊസിഷൻ ഉണ്ടല്ലോ, V2-ൻ്റെ റൈഡിങ് പൊസിഷനെക്കാട്ടി കുറച്ചുകൂടെ അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. V2 കുറച്ചുകൂടെ കിടക്കേണ്ടി വരും. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് റൈസ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ റൈസ് ചെയ്തിട്ടുണ്ട്, കുറച്ചൊന്ന് അപ്രൈറ്റ് ആണ്, എന്നാലും കിടക്കണം. വലിയ കിടക്കണ്ട കേട്ടോ. ജസ്റ്റ് സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാൻ പറ്റുമെങ്കിൽ മെയിൻ റോഡ് ഇറങ്ങിയാലേ പറ്റുള്ളൂ കേട്ടോ. പൊളി ഇപ്പോൾ സൗണ്ട് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെയായിട്ട് വളയാൻ കേട്ടോ. കാരണം പോലീസൊക്കെ വരാൻ ചാൻസ് ഉള്ള റോഡാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുന്നുണ്ടോ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. ജസ്റ്റ് സൗണ്ട് ഒന്ന് കേൾപ്പിക്കാനും പിന്നെ എൻ്റെ റൈഡും പൊസിഷൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാനാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി കേട്ടോ. വണ്ടി കൊള്ളാം, രസമുണ്ട് വണ്ടി, നൈസായിട്ടുണ്ട്, നൈസ് വർക്ക്. K&Nൻ്റെ എയർ ഫിൽറ്ററാണ്. നമ്മൾ ആ കൈ കൊടുക്കുമ്പോൾ മാത്രമേ സൗണ്ട് ഉള്ളൂ കേട്ടോ. എക്സോസിനുള്ള ഒരു സൗണ്ട് നമ്മൾ ആ കൈ കാറ്റിൽ കൊടുക്കുമ്പോൾ മാത്രമേ സൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. ധാരാളം സൗണ്ട് ഉണ്ട്, നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കൈ കൊടുത്ത് സൗണ്ട് കേൾക്കാം. അല്ലാതെ പോയാൽ നോർമൽ സൗണ്ടേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ R15 V2 കൺവേർട്ട് ചെയ്ത് R1 ആക്കിയത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്തേക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മച്ചാനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഓണർ മച്ചാൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേര് വരുന്നത് Rx.Monster എന്നാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം വീഡിയോ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഏതെങ്കിലും വർക്കിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മച്ചാനോട് നേരിട്ട് ചോദിക്കാം. പിന്നെ വണ്ടിയുടെ പെയിൻറ്റും സ്റ്റിക്കറിങ്ങും കാര്യങ്ങളും ചെയ്ത എല്ലാ ഷോപ്പിൻ്റെയും ഡീറ്റെയിൽസും ഈ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്തോളുക. അപ്പോൾ ബ്രോ പവറാണല്ലോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.